SCCAയിലോട്ട് വരുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് അലയൻസ് ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് മനസ്സിലായത്. അങ്ങനെ അലയൻസിലോട്ട് വന്നു. അലയൻസിൽ ഞാൻ പ്രൈം പ്ലസ് പ്രോഗ്രാമായിരുന്നു സെലക്ട് ചെയ്തത്. അലയൻസ് അവരുടെ സ്റ്റുഡൻസിന് വേണ്ടി കൂടുതലായി പ്രാക്ടിക്കലായി ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻഡസ്ട്രീനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് EIC എന്നൊരു പ്രോഗ്രാം, അലയൻസ് ഇൻഡസ്ട്രിയൽ കണക്ട് എന്ന പ്രോഗ്രാം നടത്തുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി കുട്ടികൾക്ക് വേണ്ടി ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൂടെയാണ് ഞാൻ EICനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞതും എന്താണ് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കി തന്നത്. അതിൽ നിന്ന് എൻ്റെ നാട്ടിൽ തന്നെ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് AP ഇൻസ്പെക്ഷന് ചെക്ക് ലിസ്റ്റ് ഓഡിറ്റിന് പോയി ഒരു വർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനത് ചൂസ് ചെയ്തു. അവിടെ പോയി അവരുടെ ചെക്ക് ലിസ്റ്റ് ഓഡിറ്റ്, അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്രോസ് ചെക്ക് ചെയ്യുക, സർട്ടിഫിക്കറ്റ് ക്രോസ് ചെക്ക് ചെയ്യുക, ഇതൊക്കെയായിരുന്നു അവിടുത്തെ എൻ്റെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പ് അലയൻസിൽ നിന്ന് തന്നെ അവിടെ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റുഡൻറ്റിൽ നിന്ന് ഒരു പ്രൊഫഷനിലേക്ക് മാറുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് എന്നെല്ലാം ഒരു EICയിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി. ക്ലാസ് റൂമുകളിൽ നിന്ന് കിട്ടാത്ത കുറേ കാര്യങ്ങൾ റിയൽ വർക്കിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതായിട്ടുണ്ട്. ക്ലയൻറ്റുമായി ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ക്ലയൻറ്റുമായി ഡയറക്റ്റ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതെല്ലാം ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ഭാവിയിൽ ഒരു കമ്പനിയിലേക്ക് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം ഇവിടെ നിന്ന് EIC എന്നൊരു പ്രോഗ്രാം കൊണ്ട് കൂടുതലാക്കി മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലായി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എല്ലാവരും നോക്കുക.